നിരവധി മത്സര പരീക്ഷകളിലെ പ്രധാന ചോദ്യവിഭാഗമായ കറന്റ് അഫയേഴ്സ് അഥവാ ആനുകാലിക സംഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഏകദേശം 30 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യത്തെ ചോദ്യം: 2024 ഡിസംബറിൽ അന്തരിച്ച ആംബുലൻസ് ഓടിക്കാൻ ബാഡ്ജ് നേടിയ സംസ്ഥാനത്തെ ആദ്യ വനിത. ഉത്തരം സിസ്റ്റർ ഫ്രാൻസിസ്. രണ്ടാമത്തെ ചോദ്യം: കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ CRPF മേധാവിയായി ചുമതലയേറ്റത് വിതുൽ കുമാർ. അടുത്ത ചോദ്യം: കൗമാരക്കാരെ വെബ്സൈറ്റ് അഡിക്ഷനിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം ഗ്രീസ്. ഗ്രാമീണ വസ്തു ഉടമകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു സംരംഭം സമിത്വ SVAMITVA. പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. സ്പെല്ലിങ് നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതി പഠിക്കുക. അഞ്ചാമത്തെ ചോദ്യം: വസ്ത്രധാരണ ചട്ടം ലംഘിച്ചതിനെ തുടർന്ന് ലോക റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസൺ. ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകളനുസരിച്ച് 2024-25 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് എത്ര? 6.5%. ഏഴാമത്തെ ചോദ്യം: സന്തോഷ് ട്രോഫി 2024 ജേതാക്കളായത് വെസ്റ്റ് ബംഗാൾ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ രണ്ടാമത്തെ താരം എന്ന റെക്കോർഡിന് അർഹത നേടിയത് രവിചന്ദ്ര അശ്വിൻ. ഇന്ത്യ മ്യാൻമാർ തമ്മിലുള്ള മൾട്ടി മോഡൽ ഗതാഗത പദ്ധതിയുടെ പേര് കലഡൻ മൾട്ടി മോഡൽ പ്രോജക്റ്റ്. പത്താമത്തെ ചോദ്യം: 2024 IFFK സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് പായൽ കപാഡിയ. 11ാമത്തെ ചോദ്യം: 2024 ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹത നേടിയത് അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പ്. ട്രംപിൻ്റെ AI ഉപദേഷ്ടാവായി നിയമിതനായത് ശ്രീറാം കൃഷ്ണൻ. ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിൻ്റെ കപ്പലിൻ്റെ പേരെന്ത്? INS തരിണി. 14ാമത്തെ ചോദ്യം: തടാകത്തിലെ ജലത്തിൻ്റെ ഉപരിതല താപനില നിരീക്ഷിക്കാൻ ഇംപാർട്ട് എന്ന ഓപ്പൺ സോഴ്സ് ടൂൾ വികസിപ്പിച്ച സ്ഥാപനം IIT ബോംബെ. PMMSYന് കീഴിൽ രംഗീൻ മച്ചി ആപ്പ് വികസിപ്പിച്ച സ്ഥാപനം ICAR. 2024 ഡിസംബറിൽ കുവൈറ്റിനെ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ എന്ന പുരസ്കാരത്തിന് അർഹനാക്കിയത് ശ്രീ നരേന്ദ്രമോദി. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024 യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ഉയർന്ന ബഹുമതിക്ക് അർഹമായ സ്ഥാപനം ഏത്? കുസാറ്റ്. 18 2024 സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സിന് വേദിയായത് കോഴിക്കോട്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ LIC നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ഭീമാ സഖി യോജന പദ്ധതി. 20ാമത്തെ ചോദ്യം.
ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി PM ഉഷ. കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി തിരഞ്ഞെടുത്തത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇന്ത്യൻ സൈന്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻക്യുബേഷൻ സെൻ്റർ ആരംഭിച്ച നഗരം ബംഗളൂരു. വനിതാ ടെന്നീസ് അസോസിയേഷൻ ഗവേണിംഗ് ബോഡി 2024 മികച്ച വനിതാ ടെന്നീസ് താരമായി തിരഞ്ഞെടുത്തത് ആരാന്യ സബലങ്ക. ഗഗൻയാൻ സഞ്ചാരികളെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്ന വെൽഡക് പരീക്ഷണം ISROയും നാവികസേനയും സംയുക്തമായി നടത്തിയത് എവിടെ? വിശാഖപട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന സൂചിക പുറത്തിറക്കിയ സ്ഥാപനമേത്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന പ്രദേശം ചീമേനി. ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ആർ? BR ഗവായ്. 28ാമത്തെ ചോദ്യം. ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ലാപ്ത ലേഡീസ് എന്ന ചലച്ചിത്രത്തിൻ്റെ പുതിയ പേരെന്ത്? ലോസ്റ്റ് ലേഡീസ്. 29. 2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആര്? മൻമോഹൻ സിംഗ്. 30ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. പാമ്പുകടിയേറ്റ കേസുകളും മരണവും അറിയിക്കാനാവുന്ന രോഗമായി പ്രഖ്യാപിച്ച മന്ത്രാലയം? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.